നമസ്കാരം. പ്രധാന വാർത്തകൾ. ഓണറേറിയം വർധനവ് തുച്ഛം, നിലപാടിൽ കടുപ്പിച്ച് ആശമാർ. സർക്കാർ പ്രഖ്യാപിച്ച 1000 രൂപയുടെ ഓണറേറിയം വർധനവ് തുച്ഛമാണെന്നും സമരം തുടരുമെന്നും സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ചെയ്യുന്ന ആശാ വർക്കർമാർ. ഓണറേറിയം 21,000 രൂപയായി വർദ്ധിപ്പിക്കണമെന്നാണ് പ്രധാന ആവശ്യം. എന്നാൽ ഇക്കാര്യങ്ങളിൽ സർക്കാർ അനുകൂലമായ നിലപാട് സ്വീകരിച്ചില്ലെന്നും നിലവിൽ തുടരുന്ന സമരത്തിന്റെ രൂപം എങ്ങനെയായിരിക്കുമെന്ന് ഇന്ന് അടിയന്തരമായി ചേരുന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിലായിരിക്കും തീരുമാനിക്കുകയെന്നും ആശമാർ പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ള. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇന്ന് റാന്നി കോടതിയിൽ ഹാജരാക്കും. 14 ദിവസത്തെ കസ്റ്റഡി കാലാവധി കഴിയുന്ന സാഹചര്യത്തിലാണ് കോടതിയിൽ ഹാജരാക്കുന്നത്. ദ്വാരപാലക പാളികളിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് പുറമെ കട്ടിളപ്പാളികളിലെ സ്വർണ്ണ കവർച്ചയെ കൂടി പോറ്റിയെ അറസ്റ്റ് ചെയ്യാനുള്ള അപേക്ഷ SIT ഇന്ന് കോടതിയിൽ നൽകിയേക്കും. മുരാരി ബാബുവിനെ 2 കേസുകളിലും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇരുവരെയും ഒരുമിച്ചുള്ള ചോദ്യം ചെയ്യലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയത്. സ്വർണ്ണപ്പാളികൾ ചെമ്പുപാളികൾ എന്ന രേഖപ്പെടുത്തിയതിലെ ഗൂഢാലോചനയാലാണ് ചോദ്യം ചെയ്യൽ. മദ്യക്കുപ്പി നിലത്ത് വീണ് പൊട്ടി. ചോദ്യം ചെയ്ത അമ്മയെ കഴുത്തറുത്തു കൊന്ന മകൻ. നേമം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കല്ലിയൂർ മന്നം മെമ്മോറിയൽ റോഡിൽ അമ്മയെ മകൻ കഴുത്തറുത്തു കൊന്നു. വിജയകുമാരി എന്ന അമ്മയെയാണ് മകൻ അജയ്കുമാർ കഴുത്തറുത്തു കൊന്നത്. അജയ്കുമാർ മദ്യപിച്ചുകൊണ്ടിരിക്കെ കുപ്പി നിലത്ത് വീണ് പൊട്ടി. ഇത് 74 വയസ്സുള്ള അമ്മ ചോദ്യം ചെയ്തപ്പോഴാണ് കുപ്പിച്ചില്ല കൊണ്ട് കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. നിലവിൽ ഇയാൾ പോലീസ് കസ്റ്റഡിയിലാണ്. മുൻ കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥനാണ് അജയ്കുമാർ. ചീനിക്കുഴി കൂട്ടക്കൊല. പ്രതി ഹമീദിന്റെ ശിക്ഷാവിധി ഇന്ന്. സ്വത്തിനു വേണ്ടി മകനെയും കുടുംബത്തെയും ചുട്ടുകൊന്ന പ്രതി ഹമീദ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. ഇടുക്കി അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. മട്ടൻ കറി കിട്ടാത്തതിന് മകനെയും കുടുംബത്തെയും ചുട്ടുകൊന്നു എന്ന പേരിൽ കുപ്രസിദ്ധമായ കേസിലാണ് ഇന്ന് ശിക്ഷാവിധി. 2022 മാർച്ച് 19 തൊടുപുഴ ചീനിക്കുഴിയിൽ ആലിയക്കുന്നിൽ മുഹമ്മദ് ഫൈസൽ, ഷീബ, മെഹറിൻ, അസ്ന എന്നിവരെ ഫൈസലിന്റെ പിതാവ് ഹമീദ് പെട്രോൾ ഒഴിച്ച് ചുട്ടുകൊന്നത്. സ്വത്തിനു വേണ്ടിയുള്ള നിരന്തര തർക്കമായിരുന്നു കൂട്ടക്കൊലയ്ക്ക് കാരണം. നിഷ്കളങ്കരായ 2 പിഞ്ചു കുട്ടികളെ അടക്കം കൊന്ന പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ വാദം. കാഞ്ചീപുരം ഹൈവേയിൽ വാഹനം തടഞ്ഞ് കവർച്ച. പ്രതികൾ മലയാളികൾ പിടിയിൽ. കാഞ്ചീപുരത്ത് ദേശീയപാതയിൽ കാർ തടഞ്ഞു നിർത്തി 4.5 കോടി രൂപ കവർന്ന കേസിൽ 5 മലയാളികൾ പിടിയിൽ. പാലക്കാട് പെരിങ്ങോട് സ്വദേശി PV കുഞ്ഞു മുഹമ്മദ്, മുണ്ടൂർ സ്വദേശി സന്തോഷ്, തൃശൂർ കോടാലി സ്വദേശി ജയൻ, കൊല്ലം സ്വദേശികളായ റിഷാദ്, സുജിലാൽ എന്നിവരാണ് പിടിയിലായത്. കേരളത്തിലെ വിവിധയിടങ്ങളിൽ നിന്നായി ശനിയാഴ്ചയാണ് തമിഴ്നാട് പോലീസ് പ്രതികളെ പിടികൂടിയത്. ഓഗസ്റ്റ് 20 ദേശീയപാതയിൽ കാർ തടഞ്ഞു നിർത്തി കോടികൾ കവർന്നത്. മഹാരാഷ്ട്രയിലെ പാഴ്സൽ സർവീസ് സ്ഥാപനത്തിന്റെ കാറിൽ കൊണ്ടുപോവുകയായിരുന്ന പണം കാഞ്ചീപുരം ജില്ലയിലെ ആറ്റുപത്തൂരിൽ വെച്ചാണ് സംഘം തട്ടിയെടുത്തത്.